എല്ലാവർക്കും tattvacompetativeexamcorner എക്സാം കോർണറിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ISROയെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞോട്ടെ, ഈ സയൻസ് ആൻഡ് ടെക്നോളജി ഡിഗ്രി ലെവൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് അവർ രണ്ടാമത്തെ സെക്ഷനിലാണ് ടെക്നോളജി ഇൻ സ്പേസ് ആൻഡ് ഡിഫൻസ് എന്ന് നമുക്ക് തന്നിട്ടുള്ളത്. അതിനകത്തെ ഒന്നാമത്തെ കാര്യമായിരുന്നു എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം. അത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ചും കൂടിയുണ്ട്, അത് ഒരു ക്ലാസ് അതിനായിട്ട് ചെയ്യുന്നതായിരിക്കും, ബാക്കി സബ്ജക്റ്റ് പറഞ്ഞുകൊണ്ട്. അതിൻ്റെ സെക്കൻഡ് പോയിന്റ് ആണ് എന്താ, ISRO ഇറ്റ്സ് ആക്ടിവിറ്റീസ് ആൻഡ് അച്ചീവ്മെന്റ്സ് വേരിയസ് സാറ്റലൈറ്റ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ. എന്താണ് ISRO ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ ആക്ടിവിറ്റീസും അച്ചീവ്മെന്റ്സും വേരിയസ് സാറ്റലൈറ്റ് പ്രോഗ്രാംസും കൂടെയാണ് അവർ സിലബസിൽ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കൊടുത്തിരിക്കുന്നതാണ് DRDO വിഷൻ മിഷൻ ആൻഡ് ആക്ടിവിറ്റീസ്. അപ്പോൾ DRDO വിഷൻ മിഷൻ ആക്ടിവിറ്റീസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, അത്രയും മതി. അപ്പോൾ ഏകദേശം നമ്മൾ അത്രയും പോർഷൻ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ISROയും അതിൻ്റെ ആക്ടിവിറ്റീസും അച്ചീവ്മെന്റ്സും വേരിയസ് സാറ്റലൈറ്റ് പ്രോഗ്രാംസുമാണ് നമുക്ക് ഈ സെക്ഷനിൽ പറയാനുള്ളത്. അപ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇതെല്ലാം കൂടെ ഒരൊറ്റ വീഡിയോയ്ക്കകത്ത് നമുക്ക് തീരത്തില്ല. ISRO എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരുപാട് ഇൻഡെപ്ത് ആയിട്ട് കുറേയേറെ ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഈ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് സെക്ഷൻ ആയിരിക്കും പറയാൻ പോകുന്നത്. ISRO എന്താണെന്നും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ അതിൻ്റെ ആക്ടിവിറ്റീസ് ആദ്യത്തേന്ന് പറയത്തില്ല, അത് എപ്പോഴും റെപ്പറ്റേറ്റീവായിട്ട് ചോദിക്കുന്നുണ്ട്, അതിനെ പറ്റിയിട്ടുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനായിട്ട് കണ്ടുകൊണ്ട് തന്നെ, ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ISROയുടെ ഏതൊരു സംഘടന അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും അതിനൊരു വിഷനും മിഷനും കാണും, അല്ലേ? ആ മിഷനും വിഷനും അനുസരിച്ചിട്ടായിരിക്കും ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനും പ്രവർത്തിക്കുന്നത്. നമ്മുടെ ISROയുടെ വിഷനും മിഷനും നമ്മൾ അറിഞ്ഞിരിക്കണം. വിഷൻ എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ, ഹാർനസ് സ്പേസ് ടെക്നോളജി ഫോർ നാഷണൽ ഡെവലപ്മെന്റ് വൈൽ പർസ്യൂയിങ് സ്പേസ് സയൻസ് റിസർച്ച് ആൻഡ് പ്ലാനറ്ററി എക്സ്പ്ലോറേഷൻ. എന്താണ്? നാഷണൽ ഡെവലപ്മെന്റ് കൊണ്ടുവരിക, അതായത് സ്പേസ് ടെക്നോളജിയിൽ നമ്മുടെ രാജ്യത്തിന് ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിലേക്ക് കൊണ്ടുവരിക. ഏത് വഴി? അതുവഴി സ്പേസ് സയൻസ് റിസർച്ച് നടത്തുക, അതുകൂട്ട് തന്നെ പ്ലാനറ്ററി എക്സ്പ്ലോറേഷൻസ്, പ്ലാനറ്ററി കണ്ടെത്തലുകൾ നടത്തുക. ഇതാണ് വിഷൻ എന്ന് പറയുന്നത്. അതായത് സ്പേസ് സയൻസിൽ നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ISROയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ മിഷനാണ് ISRO ക്യാരി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ മിഷനാണ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ലോഞ്ച് വെഹിക്കിൾസ് ആൻഡ് റിലേറ്റഡ് ടെക്നോളജീസ് ഫോർ പ്രൊവൈഡിങ് ആക്സസ് ടു സ്പേസ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്പേസിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ലോഞ്ചിങ് വെഹിക്കിൾസ് ഡിസൈൻ ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. നമുക്കറിയാം, ഒരു സാറ്റലൈറ്റ് ബഹിരാകാശത്തേക്ക് പോകണമെങ്കിൽ അതിനെ ക്യാരി ചെയ്യുന്ന ഒരു ലോഞ്ചിങ് വെഹിക്കിൾ ഉണ്ടെങ്കിലേ അതിന് സ്പേസിൽ എത്താനായിട്ട് ഒക്കത്തുള്ളൂ. അതിനെ ഡിസൈൻ ചെയ്യുകയും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ മിഷൻ എന്ന് പറയുന്നത്. ഇനിയും സെക്കൻഡ് എന്താണ്? ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സാറ്റലൈറ്റ്സ് ആൻഡ് റിലേറ്റഡ് ടെക്നോളജീസ് ഫോർ എർത്ത് ഒബ്സർവേഷൻ. എന്തെടുക്കുക? ഡിസൈൻ ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, അല്ലേ? ഡിസൈൻ ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുക. ആരെ? സാറ്റലൈറ്റിനെയും റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജീസ്. എന്തിനു വേണ്ടിയിട്ട്? ഭൂമിയെ ഒബ്സർവ് ചെയ്യാൻ, കമ്മ്യൂണിക്കേഷൻ പർപ്പസ്, അല്ലേ? നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ പർപ്പസിന് വേണ്ടിയിട്ട്, നാവിഗേഷൻ ടെക്നോളജിക്ക് വേണ്ടിയിട്ട്, മെട്രോളജി ടെക്നോളജിക്ക് വേണ്ടിയിട്ട്, ആൻഡ് സ്പേസ് സയൻസ്, ഇതിന് വേണ്ടിയിട്ടെല്ലാം സാറ്റലൈറ്റുകൾ നിർമ്മിക്കുക എന്നുള്ളത് അവരുടെ മിഷനാണ്. മൂന്നാമത്തത് ഇൻസാറ്റ് പ്രോഗ്രാം. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ കണ്ടിട്ടുള്ളവർക്കറിയാം, പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യക്ക് പ്രധാനമായിട്ടും 2 പ്രോഗ്രാംസ് ആണ് ഉള്ളത് സ്പേസ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട. ഒന്ന് ഇൻസാറ്റും 2 IRSും, അല്ലേ? അപ്പൊ ഇൻസാറ്റ് എന്തായിരുന്നു? ഒരു കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു സാറ്റലൈറ്റ് ആണ് ഇൻസാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസാറ്റ് പ്രോഗ്രാം ഫോർ മീറ്റിംഗ് ടെലികമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ആപ്ലിക്കേഷൻസ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഇൻസാറ്റ് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുക. IRS പ്രോഗ്രാം ഫോർ മാനേജ്മെന്റ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് മോണിറ്ററിംഗ് എൻവയോൺമെന്റ് യൂസിങ് സ്പേസ് ബേസ്ഡ് ഇമാജിനറി. നമ്മൾ പറഞ്ഞു, വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം ഒക്കെ വരുന്ന സമയത്ത് ഇന്ത്യൻ റിമോട്ട് സെൻസിങ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്തെടുക്കുന്നത്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് എത്രത്തോളം ഉണ്ട് എന്ന് കാണുന്നത്, അല്ലെ? റിസോഴ്സ് മാനേജ്മെന്റിനെ പറ്റിയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ എന്താണ് യൂസ് ചെയ്യുന്നത്? IRS ആണ്, അല്ലെ? റിമോട്ട് സെൻസിങ് ആണ് യൂസ് ചെയ്യുന്നത്. അത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഒരു മിഷനാണ്. ഇനി എന്താ നോക്കി, സ്പേസ് ബേസ്ഡ് ആപ്ലിക്കേഷൻ
ആപ്ലിക്കേഷൻ ഫോർ സൊസൈറ്റൽ ഡെവലപ്മെന്റ്, അതായത് സ്പേസ് ബഹിരാകാശവുമായിട്ട് ബേസ് ചെയ്ത ആപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ടാക്കുക. എന്തിനു വേണ്ടിയിട്ട്? സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. ദെൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ സ്പേസ് സയൻസ് ആൻഡ് പ്ലാനറ്ററി എക്സ്പ്ലോറേഷൻ, ബഹിരാകാശ സയൻസുമായിട്ടും പ്ലാനറ്ററി അതായത് ഉപഗ്രഹങ്ങളുമായിട്ടും ഗ്രഹങ്ങളുടെ എക്സ്പ്ലോറേഷനുമായിട്ടുള്ള റിസർച്ചും ഡെവലപ്മെന്റും നടത്തിക്കൊണ്ടുവരിക. ഇത്രയുമാണ് നമ്മുടെ ISROയുടെ വിഷനും മിഷനും. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ISROയെ പറ്റിയിട്ട് നോക്കാം. നമുക്കറിയാം ISROയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് അന്തരീക്ഷ ഭവൻ എന്നറിയപ്പെടുന്ന ബാംഗ്ലൂരിലാണ്. ഏത് സംസ്ഥാനമാണ്? കർണാടക സംസ്ഥാനമാണ്. ബാംഗ്ലൂരിലെ അന്തരീക്ഷ ഭവനാണ് ISROയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ISROയുടെ നിലവിലെ ചെയർമാൻ സർ ഡോക്ടർ കെ ശിവൻ. എന്താണ്? ഡോക്ടർ കെ ശിവൻ ആണ് ഇപ്പോഴത്തെ ചെയർമാൻ. ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? വിക്രം സാരാഭായ് ആയിരുന്നു ആദ്യത്തെ ചെയർമാൻ. ഇനി ഇത് ഫോം ചെയ്ത വർഷം 1969 ഓഗസ്റ്റ് 15-നാണ് ISRO എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ എന്തുണ്ടായിരുന്നു? ഇൻകോസ്പാർ എന്ന് പറയുന്ന ഒരു കമ്മിറ്റി നിലവിലുണ്ടായിരുന്നതൊക്കെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചു. അത് നമുക്ക് ഇനിയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അതിന് മുമ്പ് അത് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇപ്പോൾ നിലവിലുള്ള 6 സ്പേസ് ഏജൻസി, ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള 6 സ്പേസ് ഏജൻസികളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. എന്താണ്? ഇന്ത്യയുടെ ISRO എന്ന് പറയുന്നത് വൺ ഓഫ് ദി 6 ലാർജസ്റ്റ് സ്പേസ് ഏജൻസീസ് ഇൻ ദ വേൾഡ് ആണെന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ISROയുടെ ഫങ്ഷണൽ ഏരിയാസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒന്ന് ബ്രോഡ്കാസ്റ്റിംഗ്. നമ്മൾ പറഞ്ഞുകൊണ്ട് ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് കൂട്ടുള്ള ബ്രോഡ്കാസ്റ്റിംഗ്, അതുകൂട്ട് എന്താണ് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, വെള്ളപ്പൊക്കമോ അങ്ങനെ വരുന്ന സമയത്ത് ഡിസാസ്റ്റർ എത്രത്തോളം മുങ്ങിക്കിടക്കുകയാണ് അതൊക്കെ കണ്ടുപിടിക്കുന്നതാണ് ഈ സാറ്റലൈറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കാറുണ്ട്. വെതർ ഫോർകാസ്റ്റിംഗ്, കാലാവസ്ഥാ പ്രവചനം, പിന്നെന്താണ് ജിയോഗ്രഫിക് ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം, നാവിഗേഷന്, മാപ്പുകൾ അല്ലെ, കാർട്ടോഗ്രഫി അഥവാ മാപ്സ്, ടെലിമെഡിസിൻ, അതുപോലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സാറ്റലൈറ്റ്, ഇതൊക്കെയാണ് ഇവരുടെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫങ്ഷണൽ ഏരിയാസ് എന്ന് പറയുന്നത്. ഒരു ഔട്ട്ലൈൻ പോലെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് വേണ്ട പോയിന്റ്സ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി പറയാൻ പോകുന്ന പോയിന്റ്സ് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് തന്നെ ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ട് നോക്കിക്കോളൂ. ഇൻകോസ്പാർ എന്താണ്? ഇൻകോസ്പാർ എന്ന് പറയുന്നതാണ് ISROയുടെ മുൻഗാമി. അതായത് ISRO മുമ്പറിയപ്പെട്ടിരുന്ന പേരായിരുന്നു ഇൻകോസ്പാർ എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്നായിരുന്നു ഇതിന്റെ ഫുൾ ഫോം. ഇത് 1962 ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നതിന് കാരണം ഇന്ത്യയുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്ററായ ജവഹർലാൽ നെഹ്റു വിക്രം സാരാഭായുടെയും ആ ഒരു കൂട്ടായ്മയുടെ പേരിൽ ഉണ്ടായ ഒരു കമ്മിറ്റി ആയിരുന്നു ഇൻകോസ്പാർ 1962. ക്ലിയർ ആയല്ലോ? ഇനി ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ കീഴിലായിരുന്നു എന്ത്? ഈ ഇൻകോസ്പാർ എന്ന് പറയുന്നത്. അതായത് ആണവോർജ വകുപ്പിന്റെ കീഴിലായിരുന്നു എന്തിനെ വെച്ചിരുന്നത്? ഇൻകോസ്പാർ അഥവാ ഈ കമ്മിറ്റിയെ നിലനിർത്തിയിരുന്നത്. 1963 അപ്പൊ 62 ഇൻകോസ്പാർ വന്നു. നെക്സ്റ്റ് അടുത്ത വർഷം 63 ഒരു ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ നമ്മുടെ തുമ്പ തിരുവനന്തപുരത്ത് വന്നു. എന്താണ്? 1963 തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ തിരുവനന്തപുരത്ത് ആര് സെറ്റപ്പ് ചെയ്യുന്നു? ഇൻകോസ്പാറിന്റെ നേതൃത്വത്തിൽ സെറ്റപ്പ് ചെയ്തു. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. ഈ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ. അപ്പം ഭൂമിയുടെ ഭൂമധ്യരേഖയുടെ കാന്തിക മണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഈ തുമ്പയ്ക്കടുത്തായതുകൊണ്ടാണ് ഇവിടെ തന്നെ എന്ത് കൊണ്ടുവന്നത്? റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം കൊണ്ടുവന്നത്. ഓക്കെ, അപ്പം 1963 നമ്മുടെ തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ നിലവിൽ വരുന്നത്. ആരാണ് കൊണ്ടുവന്നത്? ഇൻകോസ്പാർ ആണ് ഇതിവിടെ കൊണ്ടുവരുന്നത്. അങ്ങനെ 1963 നവംബർ 21 ആദ്യത്തെ സൗണ്ടിങ് റോക്കറ്റ്, അതിൻ്റെ പേരാണ് നൈക് അപ്പാച്ചെ എന്ന് പറയുന്ന അമേരിക്കൻ
ഒരു റോക്കറ്റ്, അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ളൊരു റോക്കറ്റ്, അത് വിക്ഷേപിക്കപ്പെട്ടു. 1963 നവംബർ 21 ആദ്യമായിട്ട് നൈക് അപ്പാച്ചെ എന്ന് പറയുന്ന ഒരു സൗണ്ടിങ് റോക്കറ്റ് തുമ്പയിൽ നിന്നും വിക്ഷേപിക്കുന്നത്. പിടികിട്ടിയല്ലോ. ഇനി 1965 ഒരു ഡിപ്പാർട്ട്മെന്റ് വന്നു, സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു സെക്ഷൻ തുമ്പയിൽ സ്ഥാപിക്കുന്നു. 1965 സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി എവിടെ സ്ഥാപിക്കുന്നു? തുമ്പയിൽ സ്ഥാപിക്കുന്നു. 1968 ഫെബ്രുവരി 2 അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇന്ദിരാഗാന്ധി തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം യുണൈറ്റഡ് നേഷന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു. എന്താണ്? 1968 ഫെബ്രുവരി 2 ഇന്ദിരാഗാന്ധി തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം യുണൈറ്റഡ് നേഷന് വേണ്ടിയിട്ട് സമർപ്പിച്ചു. അപ്പോൾ ഇതെല്ലാം ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. 1969 ആണവോർജ വകുപ്പിന് കീഴിൽ അഥവാ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ കീഴിലായിരുന്ന ഇൻകോസ്പാർ ഇനി അത് തുടരണ്ട, പകരം എന്ത് വേണം? ഈ സ്പേസ് റിസർച്ചിനായിട്ട് ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് അഥവാ വകുപ്പ് വേണമെന്നുള്ള തീരുമാനപ്രകാരം ആ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയിൽ നിന്നും ഇൻകോസ്പാറിനെ മാറ്റി, കൂട്ടത്തിൽ ഇൻകോസ്പാറിന്റെ പേര് മാറ്റി ഇസ്രോ എന്നാക്കി. എന്താണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഫോം ചെയ്തു. വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, 1969 ഓഗസ്റ്റ് 15 ഇൻകോസ്പാർ ISRO ആയിട്ട് മാറിയത്. പറഞ്ഞ പോയിന്റ്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് നോക്കിക്കോളൂ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് എന്ന് പറയുന്നത് സ്പേസിന് വേണ്ടിയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് ഫോം ചെയ്ത വർഷം 1972. എന്താണ്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് ഫോം ചെയ്ത വർഷം 1972. 1975-76 കാലഘട്ടങ്ങളിൽ 2 കാര്യങ്ങളാണ് നടന്നത്. ഒന്ന്, സാറ്റലൈറ്റ് ഇൻസ്ട്രക്ഷണൽ ടെലിവിഷൻ എക്സ്പെരിമെന്റ്, സൈറ്റ് എന്ന് ഓർക്കുക. എന്താണ്? സാറ്റലൈറ്റ് ഇൻസ്ട്രക്ഷണൽ ടെലിവിഷൻ എക്സ്പെരിമെന്റ് സൈറ്റ് നടപ്പിലാക്കി. ശേഷം ഖേദ കമ്മ്യൂണിക്കേഷൻ പ്രോജക്റ്റ്, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട, വർഷം ഒന്ന് ഓർത്തിരിക്കുക. 75-76 കാലഘട്ടങ്ങളിൽ 2 കാര്യങ്ങളാണ് ISRO മുഖേന നടപ്പിലാക്കിയത്. ഒന്ന്, ഖേദ കമ്മ്യൂണിക്കേഷൻ പ്രോജക്റ്റ്. ഖേദ എവിടെയാണെന്ന് അറിയാലോ, ഗുജറാത്തിലെ ഒരു വില്ലേജ് ആണ്. അവിടെ ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോജക്റ്റ് ആയിരുന്നു എന്ന് അറിഞ്ഞു വെച്ചേക്കാം. അപ്പോൾ ഖേദ കമ്മ്യൂണിക്കേഷൻ പ്രോജക്റ്റ് KCPയും അതേ വർഷം തന്നെ സാറ്റലൈറ്റ് ഇൻസ്ട്രക്ഷണൽ ടെലിവിഷൻ എക്സ്പെരിമെന്റ് സൈറ്റും നടപ്പിലാക്കി. ആര്? ISROയുടെ അണ്ടറിൽ. ദെൻ 1975 ഏപ്രിൽ 19 നമുക്കറിയാം ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വോൾഗാഗ്രാഡിൽ നിന്നും വിക്ഷേപിക്കുന്നു. ഇന്ത്യയിൽ നിന്നല്ല, വോൾഗാഗ്രാഡിൽ നിന്നും നിക്ഷേപിക്കുന്നു. ആരുടെ ഹെൽപ്പോട് കൂടി? സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യയുടെ ഹെൽപ്പോട് കൂടി ഇന്ത്യ നിർമ്മിച്ച കൃത്രിമ ഉപഗ്രഹമാണ് ആദ്യത്തെ ആര്യഭട്ട. വിക്ഷേപിച്ച ഡേറ്റ് 1975 ഏപ്രിൽ 19. ഇനി ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം രോഹിണിയായിരുന്നു. വർഷം 1980 ജൂലൈ 18. അപ്പൊ ഒരു കാര്യം ഓർത്തോണം, ഇതൊരു പോയിന്റ് ആണ് കേട്ടോ. SLV-3 എന്ന് പറയുന്ന ലോഞ്ചിങ് വെഹിക്കിളിലാണ് നമ്മുടെ രോഹിണിയെ ബഹിരാകാശത്തേക്ക് അയക്കുന്നത്. ഈ SLV-3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ 3 എന്നാണ്. ഇതിന് 40 കിലോഗ്രാം വരെ സാറ്റലൈറ്റ് ഭാരമുള്ള സാറ്റലൈറ്റിനെ വഹിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. ഇതൊരു ലോ എർത്ത് ഓർബിറ്റ് ആയിരുന്നു. ലോ എർത്ത് ഓർബിറ്റിൽ കറങ്ങാൻ കഴിയുന്ന ഒരു ലോഞ്ചിങ് വെഹിക്കിൾ ആയിരുന്നു. ഇത് നിർമ്മിച്ചത് ആരായിരിക്കും? നമ്മുടെ തുമ്പയാണ്. അതായത് തുമ്പയിൽ നിന്നാണ് ഈ റോക്കറ്റ്, അതായത് SLV-3 എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ നിർമ്മിക്കപ്പെട്ടത്. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്തോളൂ. ബാക്കി നോക്കിക്കോളൂ. രോഹിണിയുടെ പ്രോജക്ട് ഡയറക്ടറെ ചോദിക്കാറുണ്ട്. നമ്മുടെ APJ അബ്ദുൽ കലാം ആയിരുന്നു രോഹിണിയുടെ പ്രോജക്ട് ഡയറക്ടർ. ഇനി ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഈ രോഹിണി കൃത്രിമ ഉപഗ്രഹമാണ് അല്ലെ, സാറ്റലൈറ്റ് ആണ്. എന്നാൽ ഇന്ത്യ ആദ്യമായിട്ട് തുമ്പയിൽ നിന്നും വിക്ഷേപിച്ച റോക്കറ്റിന്റെ പേരും രോഹിണി എന്നായിരുന്നു, തെറ്റിപ്പോവരുത്. അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് ആണ് രോഹിണി. അത് 20 നവംബർ 1967 തുമ്പ ഇക്വറ്റോറിയൽ സ്റ്റേഷനിൽ നിന്നും വിക്ഷേപിച്ചു. ഇനി 1979
അപ്പോൾ 80 പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം വിട്ടുപോയതാണ്. 1979 ജൂൺ 7 ഭാസ്കര 1 ഇന്ത്യയുടെ ആദ്യ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്ത വർഷം. 1979 ജൂൺ 7. അപ്പം എഴുതിയിടുമ്പോൾ നിങ്ങൾ ആ രോഹിണിക്ക് തൊട്ട് മുകളിലായിട്ടൊന്ന് എഴുതിക്കോണേ. ഇത് ഭാസ്കര 1 ഇന്ത്യയുടെ ആദ്യത്തെ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് രോഹിണി കേട്ടോ. ഇനി 80 കഴിഞ്ഞു രോഹിണി. അടുത്ത 81 നോക്കോളൂ. 1981 ജൂൺ 19 ആപ്പിൾ. അപ്പം ആപ്പിളിന്റെ ഫുൾ നെയിം ചില ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുണ്ട്. അറൈൻ പാസഞ്ചർ പേലോഡ് എക്സ്പെരിമെന്റ് എന്നാണ് ആപ്പിളിന്റെ ഫുൾ നെയിം. ആദ്യ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്, ഇന്ത്യയുടെ ആദ്യ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ആണ് ആപ്പിൾ. എന്താണ്? കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ്. ആപ്പിളിന്റെ ഫുൾ നെയിം ചോദിക്കാം. പിന്നെന്താ ക്വസ്റ്റ്യൻ? ആദ്യത്തെ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ആണ് ആപ്പിൾ. ഇത് വിക്ഷേപിച്ചത് ഫ്രഞ്ച് ഗയാനയിലെ കൗറു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വിക്ഷേപിച്ചത്. ഓക്കെ, അപ്പം ഇന്ത്യയുടെ ആദ്യത്തെ വിദൂര സംവേദന ഉപഗ്രഹം ചോദിച്ചിട്ടുണ്ട്. എന്താണ് വിദൂര സംവേദന? റിമോട്ട് സെൻസിങ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതിക്കോണേ. IRS റിമോട്ട് സെൻസിങ് ആണ് IRS 1A എന്ന് പറയുന്നത്. 1988 മാർച്ച് 17 IRS ഇന്ത്യൻ റിമോട്ട് സർവീസ് 1A എന്ന് പറയുന്നത് ഭ്രമണ പഥത്തിൽ എത്തുന്നത് ഓർത്തോണം. ഇനി അടുത്ത് ഇന്ത്യയിലെ ആദ്യത്തെ വിവിധ ഉദ്ദേശ ഉപഗ്രഹം മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു ഉപഗ്രഹമാണ് ഇൻസാറ്റ് 1A. 1982 വിക്ഷേപിച്ചത്. ഇനി ഇൻസാറ്റ് 1Bയും കൂടെ പഠിച്ചു വെച്ചോ. ഒരു വർഷം കഴിഞ്ഞപ്പം ഇൻസാറ്റ് 1B പോയി. ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ് ആദ്യത്തെ ചന്ദ്രദൗത്യം ചന്ദ്രയാൻ അല്ലെ. ചന്ദ്രയാൻ 2008 പുറപ്പെട്ടു അല്ലെ. ചന്ദ്രയാൻ 2008 22 ഒക്ടോബറിലാണ് ISROയുടെ ചന്ദ്രയാൻ ലോഞ്ച് ചെയ്തത്. ആദ്യത്തെ ചൊവ്വ ദൗത്യമാണ് മംഗൾയാൻ. 2014 സെപ്റ്റംബർ 24 അത് ഓർബിറ്റിൽ കയറുന്നത്. അങ്ങനെ ഏഷ്യയിലെ ആദ്യത്തെ രാഷ്ട്രമായിട്ട് മാറി. ചൊവ്വ ദൗത്യത്തിൽ ഏർപ്പെട്ട അല്ലെങ്കിൽ കീഴടക്കിയ ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ. ഇനി 2017 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു 104 ഉപഗ്രഹങ്ങളെ വഹിച്ചുകൊണ്ട് GSLV Mark 3 എന്ന് പറയുന്ന ലോഞ്ചിങ് വെഹിക്കിള് ബഹിരാകാശത്തേക്ക് പറന്നു. 2024 ഒരു മിഷനാണ് ശുക്രനിലേക്ക് പോകുന്ന ശുക്രയാൻ എന്ന് പറയുന്നത്. ദെൻ ആദിത്യ നമുക്ക് എല്ലാവർക്കും അറിയാം സൂര്യനെ അല്ലെ. സൂര്യനിലേക്കുള്ള ദൗത്യമാണ് ആദിത്യ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു മിഷനാണ് ISROയുടെ. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. നിങ്ങൾ ഇതുകൊണ്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഒറ്റ ക്ലാസ്സിൽ നമുക്ക് ഇതെല്ലാം കൂടെ കവർ ചെയ്യാൻ ഒക്കത്തില്ല. ഇന്ന് പറഞ്ഞ പോയിന്റ്സ് എല്ലാം ഓരോരോ ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. നിങ്ങൾ ഒന്നും വിട്ട് കളയാതെ എല്ലാ പോയിന്റ്സും നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ കണ്ടിന്യൂവേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.